ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമി. നമ്മൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ഏതാണ്? ഖുല ആസ്മാൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആകാശം. നല്ല വിശാലമായ ആകാശമാണ്. അപ്പൊ ഖുല ആസ്മാൻ, വിശാലമായ ആകാശത്ത് എന്താണ്? ഒന്നിനും യാതൊരു തടസ്സവുമില്ല. നമുക്ക് കണ്ടറിയാവുന്ന കാര്യമാണ്. പക്ഷികളൊക്കെ എങ്ങനെയാണ്? വളരെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് ആകാശത്ത് പറന്ന് നടക്കുന്നത്, അല്ലെ? അപ്പം ഈ ഒരു ചിത്രത്തിൽ ഇവിടെ കുറച്ച് കുട്ടികൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ യൂണിറ്റ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? അബ്രഹാം ലിങ്കന്റെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. जो लोग दूसरों को आजादी नहीं देते उन्हें खुद भी इसका हक नहीं होगा. എന്താ ഇവിടെ പറയുന്നത്? जो लोग दूसरों को आजादी नहीं देते, ആരാണോ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്തത് അവർ ഒരിക്കലും എന്തിനർഹരല്ല? ഉൻഹേ ഗുദ്ബി ഇസ്കാ ഹക് നഹീ ഹോഗാ, അവർ ഒരിക്കലും ആ സ്വാതന്ത്ര്യത്തിന് അർഹരല്ല. നമ്മൾ മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ലെങ്കിൽ ആ ആള് ഒരിക്കലും ആ സ്വാതന്ത്ര്യത്തിന് അർഹരല്ല എന്നാണ് എബ്രഹാം ലിങ്കൺ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഖുല ആസ്മാൻ എന്ന ചാപ്റ്ററിൽ അടുത്ത യൂണിറ്റ് ഏതാണെന്ന്. അപ്പോ ഇവിടെ നിൽക്കുന്ന കുറച്ച് കുട്ടികൾ കളിക്കുന്ന ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ദേഖേ ബച്ചേ ക്യാ കർത്തേ ഹേ, കുട്ടികൾ എന്താ ചെയ്യുന്നത്? കുട്ടികൾ എന്തോ ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചലേ ഹം ഭി ഖേലേ, അപ്പൊ നമുക്ക് നോക്കാം അവരുടെ കളി എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ അവിടെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ്? ഒരു നാടകമാണല്ലേ പഠിക്കാൻ. നാടകം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ സ്കൂളിലൊക്കെ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. നാടകം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മറ്റുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ച അവിടെ ഒരു കാര്യം, ഒരു കഥ എന്താണോ അത് നമ്മൾ അവിടെ ഫലവത്താക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാടകത്തിന്റെ പേരെന്താണ്? രാജ ഔർ വിദ്രോഹി. രാജ ഔർ വിദ്രോഹി നാടകം രവീന്ദ്രനാഥ് ടാഗോറിന്റെ നാടകമാണ് രാജ ഔർ വിദ്രോഹി എന്നത്. ഇതിന്റെ അനുവാദകൻ എന്ന് പറയുന്നത് അമർ ഗോസ്വാമി ആണ്. അപ്പം അനുവാദകൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ എന്നാണ് മീനിങ്. അപ്പം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു നാടകം അമർ ഗോസ്വാമി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ നാടകം. അപ്പൊ നമ്മുടെ രാജ ഔർ വിദ്രോഹി എന്ന നാടകത്തില് ക്യാരക്ടേഴ്സിനെയാണ് പറയുന്നത്. പാത്ര: രാജേൻ രാജ, ജിതേൻ മന്ത്രി, ഉബേൻ ന്യായാധീശ്, ഹേം വിദ്രോഹി, സേനാപതി, സൈനിക്, കുച്ച് ജനത, മതി. അപ്പൊ എന്താണ് രാജ ഔർ വിദ്രോഹി? രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിങ് എന്നാണ് മീനിങ് അല്ലെ, രാജാവ്. വിദ്രോഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വിദ്രോഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവകാരി എന്ന അർത്ഥമാണ്. അപ്പം രാജാവും വിപ്ലവകാരിയും. അപ്പം ഇതിൽ ആരൊക്കെയാണ് ആ ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ നോക്കിയത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? രാജ അറിയാം, ജിതനാണ് മന്ത്രിയാകുന്നത്, ഉബേൻ ന്യായാധീശാണ്. ന്യായാധീശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായാധിപൻ, ജഡ്ജി എന്നൊക്കെയുള്ള അർത്ഥം. ഹേം വിദ്രോഹി, ഹേമാണ് വിപ്ലവകാരിയായിട്ട് ഇതിൽ അഭിനയിക്കുന്ന ആള്. പിന്നെ സേനാപതിയുണ്ട്, അതായത് സൈന്യാധിപൻ. പിന്നെ കുറച്ച് സൈനികരുണ്ട്. നമുക്ക് രാജാവിനെ അറിയാലോ, കുറച്ച് സൈനികന്മാരെല്ലാവരും ഉണ്ടാകും. കുച്ചു ജനത, കുറച്ച് ജനങ്ങളുണ്ട്. മതി എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പഹലാ ദൃശ്യം. അപ്പം നാടകം ആരംഭിക്കുകയാണ്. നാടകത്തിന്റെ ആദ്യത്തെ ദൃശ്യമാണ് രാജൻ. മീൻ തും ലോഗോം കാ രാജാ ഹൂ. അപ്പൊ രാജൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്താ പറയുന്നത്? മേ തും ലോഗോം കാ രാജാ ഹൂ, ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും രാജാവ് എന്ന്. അപ്പം ഹേം എന്താ പറയുന്നത്? തും രാജാ മഗർ ക്യോ, നീയാണോ രാജാവ്? എന്തുകൊണ്ടാ നീ രാജാവ്? തും രാജാ മഗർ ക്യോ? രാജൻ: ക്യോങ്കി മേ തും സബ്സേ ബഡാ ഹൂ. എന്തുകൊണ്ടെന്നാൽ എന്താ? മേ തും സബ്സേ ബഡാ ഹൂ, ഞാനാണ് നിങ്ങൾ എല്ലാവരെയും കാട്ടും വലുതെന്ന്, ഏറ്റവും വലിയവൻ ഞാനാണെന്ന്. അപ്പൊ ഹേം എന്താ പറയുന്നത്? മഗർ സിർഫ് ഇസി ബാത് സേ സാബിത് നഹീ ഹോതാ കി തും സബ്സേ ബലവാൻ ഭി ഹോ. നീ മാത്രം പറഞ്ഞാൽ മതിയോ നീയാണ് എല്ലാവരെയും കാട്ടും ഏറ്റവും ബലവാൻ എന്നുള്ള കാര്യം? നീ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് ഹേം ചോദിക്കാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്. सबसे बलवान राजा बनेगा इस विचार से आप कहां तक सहमत है? ഇവിടെ आप കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് വരും കേട്ടോ. आप कहां तक सहमत है? सबसे बलवान राजा बनेगा, ഏറ്റവും ബലവാനാണ് രാജാവാകുന്നത്. ഈ ഒരു അഭിപ്രായത്തോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയാണോ? നമ്മൾ വെറും ഒരു ശക്തി കൊണ്ട് മാത്രമാണോ നമ്മൾ ഒരാൾ രാജാവായിട്ട് പ്രഖ്യാപിക്കുക? ഒരിക്കലും അല്ലേ. അപ്പൊ രാജാവിന് ശക്തിയോടൊപ്പം എന്തും കൂടെ വേണം, ബുദ്ധിയും കൂടെ വേണം.
ഏതാണ് ശരി, ഏതാണ് തെറ്റേതാണ് എന്നെല്ലാം തിരിച്ചറിയാനുള്ള കഴിവ്, ഒരു ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാനുള്ള ഒരു കഴിവും കൂടെ രാജാവിന് ആവശ്യമാണ്. मैं इससे सहमत नहीं हूं क्योंकि केवल शारीरिक बल से ही किसी को राजा नहीं माना जा सकते. അപ്പം ഇതിനോട് എന്താണ്, എനിക്കിതിനോട് യാതൊരു യോജിപ്പും എനിക്കില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താണ്, വെറും ശാരീരിക ബലത്തിലൂടെ മാത്രമല്ല ഒരാളെ രാജാവായിട്ട് നിർണയിക്കുന്നത്. ശരിയല്ലേ? ഇനി നമ്മള് രാജൻ വീണ്ടും പറയാണ്, ക്യാ മേരി താക്കത്ത് സബ്സെ ജ്യാദാ നഹീ ഹൈ, ചലോ ലഡ്ലേ. എന്താണ് എന്റെ ശക്തി, എന്താണ് നിങ്ങളെങ്കാട്ടൊക്കെ കൂടുതലല്ലേ, വരൂ നമുക്ക് ചലോ ലഡിലെ, നമുക്ക് എന്താ, നമുക്കൊന്ന് പരസ്പരം ഏറ്റുമുട്ടാം, നമുക്കൊന്ന് ആർക്കാണ് ശക്തി, ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് തെളിയിക്കാനായിട്ട് നമുക്കൊന്ന് പരസ്പരം ഏറ്റുമുട്ടാം, അതായത് നമുക്കൊരു അടി ഉണ്ടാക്കി നോക്കാം, ആരാണ് ബലവാൻ എന്ന് തിരിച്ചറിയാലോ എന്ന് രാജൻ പറയാണ്. അപ്പം ഹേം എന്താ പറയുന്നത്, ടീക് ഹേ, ഹേമും ആ ഒരു അഭിപ്രായത്തോട് ശരിവെക്കാണ്. രാജൻ പറയുന്നുണ്ട്, മേം തുമാരാ ജബഡ തോട് ദൂങ്ക. ഞാൻ നിന്റെ എന്ത് പൊട്ടിക്കും, താടിയല് പൊട്ടിക്കും എന്ന് പറയാണ്. മേം തുമാരാ ജബഡ തോട് ദൂങ്ക, ഞാൻ നിന്റെ താടിയല് പൊട്ടിക്കും എന്ന് രാജൻ പറയാണ്. അപ്പൊ നമ്മുടെ ഹേം എന്താ പറയുന്നത്, തുമാരി നാക്ക് കാ ബുർത്ത ബനാ ദൂങ്ക. ഞാൻ നിന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കുന്നു പറയാണ്. തുമാരി നാക്ക് കാ ബുർത്ത ബനാ ദൂങ്ക. അപ്പൊ നിങ്ങളൊക്കെ പരസ്പരം ഫ്രണ്ട്സ് ആയിട്ട് ആരെങ്കിലൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ശക്തിമാൻ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാജൻ പറയാണ്, തുമാരി ബത്തീസി തോട് ദൂങ്ക. തുമാരി ബത്തീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബത്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ, ബത്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 എന്നാണ് മീനിങ് ബത്തീസ്. അപ്പൊ 32 എണ്ണം എന്താ നമുക്കുള്ളത്, 32 പല്ലുണ്ടല്ലേ. നിന്റെ 32 പല്ല് ഞാൻ അടിച്ചു ഒഴിക്കുന്നു രാജൻ പറയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് മദീക പ്രവേശം. അപ്പൊ നാടകത്തില് മദി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവിടേക്ക് വരികയാണ്. മദി, അരെ യഹ് ക്യാ തും ലോഗ് ഇസ് തരഹ് ജഗഡ ക്യോം കർ രഹേ ഹോ. എന്താ ഇവിടെ, നിങ്ങൾ എന്താണ് എല്ലാവരും ഇങ്ങനെ അടികൂടുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ വഴക്കുണ്ടാക്കുന്നത് എന്ന് മദി ചോദിക്കുകയാണ്. അപ്പോൾ ഹേം എന്താ റിപ്ലൈ കൊടുക്കുന്നത്, രാജൻ കഹ്താ ഹേ വഹ് രാജാ ബനേക. രാജൻ എന്താ പറയുന്നത്, അവൻ രാജാവാകുന്നു പറയുന്നുണ്ട്. വഹ് ഖുദ്കോ സബ്സെ ബലവാൻ മാൻതാ ഹേ, അവൻ സ്വയം അവനാണ് ബലവാൻ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മഗർ മേം ഐസാ നഹീം സംച, പക്ഷെ എനിക്കെന്താണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല, അവൻ സ്വയം അവനാണ് ബലവാൻ എന്ന് പറയാണ്. മതി, യഹ് സിർഫ് ഗേൽ ഹേ, ഇതെന്താണ് മതി എന്താ പറയുന്നത്, ഇത് വെറും ഒരു കളിയാണ്. യഹ് സിർഫ് ഗേൽ ഹേ, രാജൻ കി राजा बनने में हर्ज क्या है, बाद में तुम्हारी भी राजा बनने की बारी आएगी. ഇത് വെറും ഒരു കളിയല്ലേ, രാജൻ രാജാവായതിൽ എന്താ കുഴപ്പം, അടുത്ത പ്രാവശ്യം എന്താണ് നിനക്കും രാജാവ് ആകാനുള്ള ഒരു അവസരം കിട്ടും. ജയ് മഹാരാജ് രാജേന്ദ്ര കി ജയ്. अब बताइए आप मंत्री किसे बना रहे हैं. അപ്പൊ മാതി പറയാണ്, ജയ് മഹാരാജ് രാജേന്ദ്ര കി ജയ്, രാജാവിന് എന്ത് പറയാണ്, ജയ് വിളിക്കുകയാണല്ലേ. अब बताइए आप मंत्री किसी बना रहे हैं. ഈ പറയൂ, താങ്കൾ ആരെയാണ് മന്ത്രിയാക്കുന്നത്. അപ്പം ഇവിടെ ഇനി അടുത്ത് മദിയുടെ ഒരു ഡയലോഗാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. यह सिर्फ गेल है, राजन के राजा बनने में हर्ष क्या है, बाद में तुम्हारी भी राजा बनने की बारी आएगी. इस कथन से बच्चों के खेल की कौन सी विशेषता प्रकट होती है. മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വെറും ഒരു കളിയല്ലേ, ഇത് വെറും ഒരു ഗെയിം അല്ലേ. രാജൻ രാജാവാകുന്നതിൽ എന്താ കുഴപ്പം, അടുത്ത പ്രാവശ്യം നിനക്കും രാജാവാകാം അല്ലോ എന്ന്. അപ്പം ഈ ഒരു മതിയുടെ ഈ ഒരു ഡയലോഗ് വഴി നമുക്ക് കുട്ടികളുടെ കളിയുടെ എന്തൊരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് പ്രകടമാകുന്നത്. നമുക്ക് എന്താണ്, നമ്മളിപ്പം എല്ലാവരും കൂടി കളിക്കുന്ന ഒരു സമയത്താണെങ്കിലും ഒരാൾ മാത്രമല്ലല്ലോ ഒരു റോള് ചെയ്യാം. നമ്മൾ എന്താ മറ്റുള്ളവർക്കും അവസരം കൊടുക്കുകയല്ലേ. ഒരാൾ കഴിഞ്ഞാൽ എന്റെ ഈ ഓടം കഴിഞ്ഞാൽ അടുത്ത നീ കളിച്ചോ. അപ്പൊ നമ്മളൊരു ക്രിക്കറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ഞാൻ ചെയ്യാം, സെക്കൻഡ് ബാറ്റ് നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും എന്താണ് ചാൻസ് കൊടുക്കൂ അല്ലേ. അപ്പം बच्चों का खेल का विशेषता है कि यह सभी को समान मानता है और सभी को मौका देता है. അപ്പൊ കുട്ടികൾ എന്താണ്, അവരുടെ കളിയുടെ ഒരു വിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താണ് കളിക്കാനുള്ള ഒരു അവസരവും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അവരുടെ നാടകം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ രാജാവായിട്ട് നമ്മുടെ രാജനാണ് ഇരിക്കുന്നത്, സിംഹാസനത്തിൽ ഒരു കിരീടമെല്ലാം വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റുമായിട്ട് അവരുടെ പ്രജകളോ മന്ത്രിയോ ഒക്കെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഓക്കെ, രാജൻ
അപ്പൊ മന്ത്രിയായിട്ട് ആരെയാണ് തീരുമാനിക്കുക, മന്ത്രി ആരാണെന്ന് പറയാൻ വേണ്ടി മതി പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ രാജൻ പറയാണ് ജിതൻകോ മേം അപ്ന മന്ത്രി ബനാവുക. അപ്പൊ ജിതനെയാണ് ഞാൻ എന്റെ മന്ത്രിയാക്കുന്നത്. മതി. ഔർ സേനാപതി, ഇനി സേനാപതി ആരാണ്, സൈന്യാധിപനായിട്ട് ആരെയാണ് നോക്കുന്നത്, രാജൻ. തും ബനോഗോ, നീ തന്നെ ആയിക്കോളൂ. മദീനോട് പറയാണ് നീ സൈന്യാധിപനായിക്കോളൂ. അപ്പൊ മതി പറയാണ് ഔർ ന്യായാധീശ് കോൺ ബനേഗ, നീ ന്യായാധീശായിട്ട്, അതായത് ന്യായാധിപൻ ജഡ്ജി ആയിട്ട് ആരെ നോക്കും, ആരെയാണ് തീരുമാനിക്കുന്നത്, രാജൻ. ഇസ്കെ ലിയെ അപ്ന ഉബേൻ ഹി, അതിനാരുണ്ട്, നമ്മുടെ ഉബേനാണ് ന്യായാധീശായിട്ട് തീരുമാനിച്ചത്. മതി. ഔർ ബാക്കി ബച്ചേ ലഡ്കെ, അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെയോ, വേ സബി സൈനിക് ബനേങ്കെ, അപ്പൊ അവരെല്ലാവരും എന്തായിക്കോട്ടെ, സൈനിക് ബനേങ്കെ, സൈനികന്മാരായിക്കോട്ടെ. മതി. ठीक है, गेल शुरू हो. सैनिक लोग तुम सब कतार में गड्ढे हो जाओ, महाराज को सलाम करो, कहो महाराज राजेंद्र की जय हो. മതി പറയാണ് ഓക്കെ, നമുക്ക് എന്താണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സൈനിക് ലോക് തും സബ് കതാർ മേം ഗഡേ ഹോ ജാവോ. അപ്പൊ സൈനികരുടെ അടുത്ത് പറയാണ് നിങ്ങൾ എല്ലാവരും വരി വരിയായിട്ട്, അതായത് നല്ല ക്യൂ ആയിട്ട് വരി വരിയായിട്ട് നിൽക്കൂ. എന്നിട്ട് എന്ത് പറയൂ, മഹാരാജ് കോ സലാം കറോ, മഹാരാജാവിനെ വന്ദിക്കാം. എന്നിട്ട് എന്ത് പറയണം, കഹോ മഹാരാജ് രാജേന്ദ്ര കി ജയ്. കഹോ മഹാരാജ് രാജേന്ദ്ര കി ജയ് ഹോ, രാജാവിന് വേണ്ടിയിട്ട് മഹാരാജ് രാജേന്ദ്ര കി ജയ് ഹോ എന്ന് പറയണം. അപ്പൊ നമ്മുടെ പഹലാ ദൃശ്യം കഴിഞ്ഞു. അപ്പോ ആദ്യത്തെ ദൃശ്യം, ഫസ്റ്റ് പാർട്ടില് നമ്മൾ നാടകം എപ്പോഴും ദൃശ്യങ്ങളായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ ദൃശ്യം കഴിഞ്ഞു. അതിൽ അവര് ഈ ഒരു നാടകത്തിന് ആരൊക്കെയാണ് ക്യാരക്ടേഴ്സിനെ എടുക്കണം, ആരൊക്കെയാണെന്നുള്ള ആ ഒരു ഭാഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയിപ്പോ നമ്മളിതാ ദൂസര ദൃശ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ രാജ, ഇനി അടുത്തത് കിങ്, അവരുടെ ആ ഒരു റോൾ അതാണ് ചെയ്യുന്നത് രാജ. സേനാപതി, തുംസെ മേ കാഫി നാരാസ് ഹോ. രാജാവും സേനാപതിയും തമ്മിലുള്ള ആ ഒരു ഭാഗമാണ് സെക്കൻഡ് പാർട്ടിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സേനാപതിയുടെ അടുത്ത് എന്താ പറയുന്നത്, തുംസെ മേം കാഫി നാരാസ് ഹോ. ഞാൻ നിന്റെ അടുത്ത് എന്താണ് കുറച്ച് ദേഷ്യത്തിലാണ്, നാരാസ് ഹോ. സേനാപതി, ഐസി ക്യാ ഗൽത്തി ഹുയി മഹാരാജ്. അതിന് ഞാൻ എന്ത് തെറ്റാ മഹാരാജ് ചെയ്തത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്. രാജ, തുമ്മേ കിസി ബാത് കാ ജോഷ് നെഹിം രഹാ. നിനക്ക് എന്താണ് യാതൊരു കാര്യത്തിലും ഒരു ഉത്സാഹവും ഒരു ആവേശവും നിനക്കില്ല. ജോഷ് നെഹിം രഹാ. അപ്പം ജോഷ് എന്ന വേർഡിന് ആവേശം, ഉത്സാഹം എന്നൊക്കെ അർത്ഥം കൂടെയുണ്ട്. ഉത്സാഹം. സേനാപതി, ആജ്ഞാ ദീജിയെ മഹാരാജ്, മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ. ആജ്ഞാ ദീജിയെ, ഉത്തരവിട്ടാലും ആജ്ഞാപിച്ചാലും മഹാരാജ്. മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ. എനിക്കെന്താണ്, താങ്കളുടെ ആഗ്രഹമാണ് എനിക്കെല്ലാം. എന്താണ് എന്നോട് കൽപ്പിച്ചാലും ഉത്തരവിട്ടാലും എന്ന് സേനാപതി പറയാണ്. രാജ, सेनापति बनने के बाद से अभी तक तुमने किसी लड़ाई की तैयारी नहीं की है. രാജാവ് എന്താ പറയുന്നത്, സേനാപതി ആയതിനു ശേഷം നീ എന്ത് ചെയ്യുന്നില്ല, അഭി തക് തുമ്നെ കിസി ലഡായിക്ക് തയ്യാറി നഹീ കി ഹേ. നീ ആരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, യുദ്ധമൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ലഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്, യുദ്ധം. നീ ആരുമായിട്ട്, സേനാപതി ആയതിനു ശേഷം നീ ആരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ല. സേനാപതി, മഹാരാജ് കിസിസെ ലഡേ, കൊയ് ദുഷ്മൻ തോ ഹേ ഹി നഹീ. അപ്പം സേനാപതി ചോദിക്കാണ്, മഹാരാജ് ഞാൻ ആരുടെ അടുത്താണ് യുദ്ധം ചെയ്യേണ്ടത്, അതിന് ശത്രുക്കളൊന്നും ഇല്ലല്ലോ. ദുഷ്മൻ തോ ഹേ ഹി നഹീം, ശത്രുക്കളൊന്നും ഇല്ലല്ലോ. നമ്മൾ സാധാരണ രാജാക്കന്മാർ യുദ്ധം ചെയ്യുക ശത്രുപക്ഷമായിട്ടാണല്ലോ. അപ്പൊ ശത്രുക്കളൊന്നും ഇല്ലല്ലോ എന്നാണ് സേനാപതി ചോദിക്കുന്നത്. രാജ, ദുഷ്മൻ നഹി ഹേ തോ ഫിർ ദുഷ്മൻ ബനാഓ. ശത്രുക്കൾ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, ദുഷ്മൻ ബനാവോ, ശത്രുക്കളെ സൃഷ്ടിക്കണം. ശത്രുക്കളെ ആരെങ്കിലും ശത്രുവായിട്ട് ഉണ്ടാക്കണമെന്നാണ് രാജാ പറയുന്നത്. തുമേ ഖജാനെ സെ അച്ഛേ ഗാസെ പൈസെ മിൽത്തെ ഹേ और तुम्हारे सैनिक गाली बैठे बैठे उगता रहे हैं. അപ്പൊ രാജാവ് എന്താ പറയുന്നത്, നിനക്ക് ഖജനാവിൽ നിന്നും, ഖജാനേസെ, നിനക്ക് ഖജനാവിൽ നിന്നും ധാരാളം പൈസ ലഭിക്കുന്നുണ്ടല്ലോ. ഈ പൈസയൊക്കെ കിട്ടിയിട്ടും തുമാരെ സൈനിക് ഖാലി ബൈഠേ ബൈഠേ ഉക്താ രഹേ ഹേ, നിന്റെ സൈനികർ എന്താ ചെയ്യുന്നത്, വെറുതെ ഇരിക്കാണ്. ഖജനാവിൽ നിന്നും ധാരാളം പണം ലഭിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ സൈനികരൊക്കെ എന്ത് ചെയ്യാണ്, വെറുതെ ഇരിക്കാണ്. अगर बाहरी दुश्मन उन्हें न मिले तो किसी दिन वे मुझ पर ही हमला करने आ जाएंगे. सैनिकों,
അപ്പോൾ നമ്മുടെ രാജാവ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് പുറത്തു നിന്നും ബാഹരി ദുഷ്മൻ മിലേ നെഹി മിലേത്തോ, പുറത്തു നിന്നും വേറെ ശത്രുക്കളെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം അവർ എന്ത് ചെയ്യും, കിസി ദിൻ വേ മുജ് പർ ഹി ഹംല കർണേ ആ ജായേംഗേ, അവര് ഒരു ദിവസം എന്നെ തന്നെ എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യുമെന്ന്. പുറത്തുനിന്ന് ശത്രുക്കളെ കിട്ടിയിട്ടില്ലെങ്കിൽ രാജാവിനെതിരെ തന്നെ അവരൊരു ദിവസം നേരിടുമെന്നാണ് രാജാവ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് കുറച്ച് സെന്റൻസിന്റെ ഒക്കെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ചില വേർഡ്സ് ഒരു സ്പേസ് വരാത്ത ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, एक सैनिक, അപ്പൊ സൈനികരെ വിളിക്കുക ചെയ്യുന്നത്. അപ്പൊ ഒരു സൈനിക് വന്നിട്ട് ആജ്ഞാ ദീജിയെ മഹാരാജ്, ആജ്ഞാ ബിച്ചാലു മഹാരാജ്, രാജ അഗർ തുമേ ലഡായി കർണി പടേ തോ കൈസാ ലഗേഗാ. അപ്പം രാജാവ് ചോദിക്കാണ്, നിങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് രാജാവ് സൈനികരുടെ അടുത്ത് ചോദിക്കാണ്. അപ്പൊ ബാക്കി സൈനിക് എന്താ പറയുന്നത്, ബാക്കിയുള്ള സൈനിക് എല്ലാവരും പറയാണ് ലഡായി ഫിർ തോ ബഡാ മസ ആയേഗ. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ മസ എന്നുള്ള വേർഡിൽ തമാശ എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്, രസകരം എന്നുള്ള, അതായത് രസം, നമുക്ക് വളരെ എൻജോയ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു മീനിങ് വരുന്നുണ്ട്. രസകരമായിരിക്കും, മസ ആയേഗ. രാജ ठीक कहा मजे की बात ही है സേനാപതി. അപ്പൊ രാജാവും പറയുന്നതാണ് ടേക്ക് കഹ മസേ കി ബാത്, പറഞ്ഞത് ശരിയാണ്, അതൊരു രസകരമായിട്ടുള്ള കാര്യമാണ്. സേനാപതി, ഈ സേനാപതിയെ വിളിക്കുകയാണ്. സേനാപതി ആദേശ് ദീജിയെ മഹാരാജ്, എന്താണ് ഉത്തരവിട്ടാലും മഹാരാജ്. രാജ കൊയ് ദുഷ്മൻ ടൂട്ട് ഡിക്കാലോ, ഏതെങ്കിലും ഒരു ശത്രുവിനെ കണ്ടുപിടിക്കണം. ഉസ്കെ ബാദ് ഹി ലഡായി ശുരു ഹോഗി, അതിനുശേഷം എന്ത് ചെയ്യാം, ഒരു ശത്രുവിനെ കണ്ടുപിടിച്ചതിനു ശേഷം യുദ്ധം ആരംഭിക്കാം. രാജാ കാ പ്രസ്ഥാൻ ഹേം ഔർ ജനതാ കാ പ്രവേശ്. അപ്പൊ ഇനി അടുത്തത് രാജാ കാ പ്രസ്ഥാൻ, രാജാവ് നമ്മുടെ സ്റ്റേജിൽ നിന്നും പോവാണ്. പിന്നെ ആര് വന്നു, ഹേം ഔർ ജനതാ കാ പ്രവേശ്. അപ്പൊ ഇനി സ്റ്റേജിലേക്ക് വരുന്നത് ഹേം ഔർ ജനതയുമാണ്. ഹേമും വരുന്നുണ്ട്, ജനതയും സ്റ്റേജിലേക്ക് വരികയാണ്. ഓക്കെ, സേനാപതി സാथियों क्या तुम में से कोई ऐसा है जो महाराज से लड़ने के लिए राजी हो. അപ്പോൾ സേനാപതി ചോദിക്കാണ്, സാഥിയോ സുഹൃത്തുക്കളെ, കൂടെ എല്ലാവരോടും ബാക്കിയുള്ള ജനങ്ങളുടെ അടുത്ത് ചോദിക്കാണ്, क्या तुम में से कोई ऐसा है जो महाराज से लड़ने के लिए राजी हो, നിങ്ങളിൽ ആരെങ്കിലും മഹാരാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് സേനാപതി ചോദിക്കാണ്. ജനത എന്താ പറയുന്നത്, ജി നഹി, ഇല്ല രാജ, ഞങ്ങൾ ആരും ഇല്ല. ജി നഹി. സേനാപതി ക്യാ ഏക് ഭി നഹി, എന്താ ഒരാള് പോലും ഇല്ലേ, രാജാവുമായിട്ട് നേരിടാനായിട്ട് നിങ്ങൾ ഒരാൾ പോലും ഇല്ലേ എന്ന് സേനാപതി ചോദിക്കാണ്. ജനത ഹം കിസി സെ ഡർത്തെ നഹി ലേക്കിൻ ഹം മഹാരാജ സെ ലഡ്നാ നഹി ചാഹത്തെ. അപ്പൊ ജനങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല. ഡർത്താ നഹി, ഭയപ്പെടുന്നില്ല. ലേക്കിൻ ഹം മഹാരാജ സെ ലഡ്നാ നഹി ചാഹത്തെ, പക്ഷെ ഞങ്ങൾ എന്താണ്, മഹാരാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നോക്കോടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഹം കിസി സെ ഡർത്തെ നഹി ലേക്കിൻ ഹം മഹാരാജ സെ ലഡ്നാ നഹി ചാഹത്തെ. യഹാ ജനതാ കെ കിസ് മനോഭാവ കാ പരിചയ മിൽത്താ ഹെ. അപ്പൊ എന്തായിരുന്നു ജനത പറഞ്ഞത്, ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല, പക്ഷെ മഹാരാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഇതിൽ ജനങ്ങളുടെ ഏത് തരത്തിലുള്ളൊരു മനോഭാവമാണ് പ്രകടമാകുന്നത്, അവരെന്താണ്, മഹാരാജാവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്നൊരു ഭരണാധികാരിയാണ് അല്ലെ. അപ്പൊ ആ ഒരു രാജാവിനെ അവരെന്താണ്, അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ടാകും. അപ്പൊ രാജാവുമായിട്ട് അവരൊരു യുദ്ധത്തിന് താല്പര്യപ്പെടുന്നുമില്ല. പിന്നെ നമ്മളെ ഒരു രാജാവൊക്കെയായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും, വളരെ വലുതായിരിക്കും അല്ലെ. അതിന്റെ ഒരു അതിന്റെ ഒരു ബാക്കി വരുന്ന ആ ഒരു ഫലം അതെന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. വേ രാജാ കെ സാത്ത് യുദ്ധ കെ പരിണാം കെ ബാരെ മേ സോച്ച്കർ ഐസാ കഹത്തെ ഹെ. അതെ, അവർ രാജാവുമായിട്ടൊരു യുദ്ധം ചെയ്യുമ്പം അതിന്റെ അനന്തര ഫലത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടാകുക, ഞങ്ങൾ രാജാവുമായിട്ട് യുദ്ധത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം. ഓക്കെ, സേനാപതി വീണ്ടും പറയാണ്, മഗർ ഹേ തുമ്നെ മഹാരാജ കാ അപമാൻ കിയാ ഹേ. അപ്പൊ സേനാപതി ഹേമിന്റെ അടുത്ത് പറയാണ്, ഹേം തുമ്നെ മഹാരാജ കാ അപമാൻ കിയാ ഹേ, നീ മഹാരാജാവിനെ അപമാനിച്ചിട്ടുണ്ട് എന്ന്. तो फिर तुम्हारे साथ ही लड़ाई हो,
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നീയുമായിട്ട് എന്താണ്? യുദ്ധം ചെയ്യാം. തുമാരേ സാത്ത് ലഡായി ഹോ, നീയുമായിട്ട് യുദ്ധം ചെയ്യാം, നീ മഹാരാജാവിനെ അപമാനിച്ചിട്ടുണ്ട്. ഹേം മഗർ मैंने किस तरह महाराज का अपमान किया? ഞാൻ എങ്ങനെയാണ് മഹാരാജാവിനെ അപമാനിച്ചതെന്ന് ഹേം ചോദിക്കുകയാണ്. സേനാപതി हमारे महाराज जब तुम्हारे मकान के सामने से गुजर रहे थे उस वक्त तुम खिड़की के पास गड्ढे होकर जंबाई ले रहे थे. സേനാപതി എന്താണ് പറയുന്നത്? ഹേം ചെയ്ത തെറ്റെന്താണെന്നാണ് പറയുന്നത്. ഹമാരെ മഹാരാജ്, നമ്മുടെ മഹാരാജാവ്, ജബ് തുമാരെ മകാൻ കെ സാമനെ സെ ഗുസർ രഹേ തേ, നിന്റെ വീടിനടുത്തുകൂടെ, നിന്റെ കെട്ടിടത്തിനടുത്തുകൂടെ, അതായത് നിന്റെ വീടിനടുത്തുകൂടെ നമ്മുടെ മഹാരാജാവ് കടന്നുപോയ സമയത്ത് തും ഖിഡ്കി കെ പാസ് ഗഡേ ഹോക്കർ, നീ ജനാലയുടെ അടുത്ത് നിന്നിട്ട്, ഖിഡ്കി കെ പാസ് ഗഡ ഹോക്കർ ജംബായി ലേ രഹേ തേ, കോട്ടുവായ ഇട്ടിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും കോട്ടുവായ ഇടാൻ മതിയാകും. അപ്പം രാജാവ് വീടിനടുത്തൂടെ കടന്നു പോകുന്ന സമയത്ത് ഹേം കോട്ടുവ ഇട്ട് എന്നാണ് ഹേം ചെയ്ത തെറ്റായിട്ട് സേനാപതി പറയുന്നത്. തീനും സൈനിക്, അപ്പൊ 3 സൈനികന്മാര് കൂടി പറയാണ്, ജംബായിലെ രഹാത്ത ഹാ ഹാ ഹാ, കോട്ടുവ ഇട്ടിട്ടുണ്ട് ഹാ 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 എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കുകയാണ്. ഓക്കെ, ജനത, അപ്പം ബാക്കിയുള്ള ജനങ്ങൾ പറയാണ്, ജംബായി ലേനാത്തോ ഭയങ്കര ബാത്ത് ഹേ, കോട്ടുവായിട്ടത് എന്താണ്? വലിയൊരു പ്രശ്നമാണ്. ഇത്ന സാഹസ് ഇസ്സേ ബഡേ അപമാൻ ഓർ ക്യാ ഹോഗാ, അത് ഇത്രയും വലിയൊരു സാഹസവും വലിയൊരു അപമാനവുമാണ്, ഇനി എന്താകുമെന്നുള്ളത്. ക്യാ ഹോഗാ? ഹേ മഗർ राजा बनने के बाद तो महाराज एक बार भी हमारे घर के सामने से नहीं गुजरे हैं. അപ്പം ഹേം പറയാണ്, രാജാവായതിനു ശേഷം മഹാരാജ് ഒരിക്കൽ പോലും എന്റെ വീടിന്റെ അടുത്തുകൂടെ കടന്നു പോയിട്ടില്ല എന്ന്. ഹമാരി ഗർക്കെ സാമനെ സേ നഹീം ഗുസ്രേ ഹേം, എന്റെ വീടിന്റെ അടുത്തുകൂടെ മഹാരാജാവ് രാജാവായതിനു ശേഷം ഒരിക്കലും കടന്നു പോയിട്ടില്ല. സേനാപതി മഗർ ഭയ്യ क्या तुम दिल पर हाथ रख कर कह सकते हो कि तुमने कभी जंबाई नहीं ली? അപ്പൊ സേനാപതി എന്താ പറയുന്നത്? നിനക്ക് ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയാൻ പറ്റുമോ നീ ഒരിക്കലും കോട്ടുവായിട്ടിട്ടില്ല എന്ന്? തുമ്നെ കബി ജംബായി നഹീം ലി, നീ ഒരിക്കലും കോട്ടുവായിട്ടിട്ടില്ല എന്ന് നിനക്ക് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുമോ? അതായത് മനസ്സറിഞ്ഞ് പറയാൻ പറ്റുമോ എന്ന് സേനാപതി ചോദിക്കുകയാണ്. ഹേം तो मुझे मान ही लेना पड़ेगा कि मैंने जरूर कभी जंबाई ली होगी. അപ്പം ഹേം എന്താ പറയുന്നത്? तो मुझे मान ही लेना पड़ेगा कि मैंने जरूर कभी जंबाई ली होगी. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ തീർച്ചയായും കോട്ടുവ ഇട്ടിട്ടുണ്ട് എന്ന് പറയണമല്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ നീ എപ്പോഴെങ്കിലും നീ തീരെ കോട്ടുവ ഇട്ടിട്ടില്ലേ എന്നാണ് സേനാപതിയുടെ ചോദ്യം. അപ്പൊ എന്താണ്? നമ്മളിപ്പോ കോട്ടുവ ഇടാത്ത മനുഷ്യരില്ല. അപ്പൊ ഹേം പറയാണ്, ഞാൻ കോട്ടുവ ഇട്ടിട്ടുണ്ടെന്ന് സമ്മതിക്കണമല്ലേ എന്നുള്ള രീതിയിലാണ് ഹേം ചോദിക്കുന്നത്. സേനാപതി ശാബാഷ്, അബ് തുമ്നെ ബഹാദുറോം കി ജൈസി ബാത് കഹി. ഗംഭീരം, നീ ആരെപ്പോലെ സംസാരിച്ചു? ബഹാദുറോം കി ബാത്, ധൈര്യശാലികളെ പോലെയാണ് നീ സംസാരിച്ചിട്ടുള്ളത്. ജനത ഇസേ കഹത്തെ ഹേ രാജാ കാ ഏകദം യോഗ്യ ശത്രു ടീഖേന. ഇത് പറഞ്ഞതുകൊണ്ട് രാജാവിന്റെ യോഗ്യനായിട്ടുള്ള ശത്രുവാണല്ലേ, ശരിയല്ലേ എന്ന് ചോദിക്കാണ്. സഭി സൈനിക് തുംസെ ലഡായി കർക്കെ ജറൂർ മസ ആയേഗി. നീയുമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്തായിരിക്കും? വളരെ രസകരമായിരിക്കും എന്നാണ് സൈനികര് പറയുന്നത്, എല്ലാ സൈനികരും. സേനാപതി ചലോ സൈനികോ ഇസ് മഹാൻ യുദ്ധ കെ ലിയെ തയ്യാർ ഹോ. അപ്പൊ സേനാപതി സൈനികരുടെ അടുത്ത് പറയാണ്, വരൂ സൈനികർ, നമുക്ക് എന്താണ് ഈ ഒരു മഹായുദ്ധത്തിന് തയ്യാറെടുക്കാന്ന് പറയാണ്. ജനത ജയ് രാജാധിരാജ് രാജേന്ദ്ര കി ജയ്. എന്താണ്? ജയ് രാജാധിരാജ് രാജേന്ദ്ര കി ജയ് എന്ന് ജനങ്ങള് ഏറ്റുവിളിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു നാടകത്തിലെ ആദ്യത്തെ 2 പാട്ട് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ്, ആദ്യത്തെ പഹലാ ദൃശ്യം നമ്മൾ പറഞ്ഞു, ഒരു നാടകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ആരൊക്കെ ക്യാരക്ടേഴ്സിനെ ആക്കും എന്നുള്ള ഒരു തീരുമാനിക്കായിരുന്നു. രണ്ടാമത്തെ ദൂസരാ ദൃശ്യം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹേമായിട്ട്, ഹേമിനെയാണ് രാജാവിനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ടുള്ള യോഗ്യനാക്കിയുള്ള ശത്രുവായിട്ട് കണ്ടെത്തിയത്. അപ്പം ഹേം ചെയ്ത കുറ്റം എന്താണെന്നാ പറയുന്നത്? രാജാവ് വീടിനടുത്തൂടെ കടന്നു പോകുന്ന സമയത്ത് കോട്ടുവ ഇട്ടു എന്നാണ് ഹേം ചെയ്ത കുറ്റമായിട്ട് പറയുന്നത്. അപ്പൊ ഹേം പറയുന്നുണ്ട്, രാജാവായതിനു ശേഷം ഒരിക്കലും മഹാരാജാവ് എന്റെ വീടിനടുത്തുകൂടെ പോയിട്ടില്ല എന്ന്. പക്ഷെ അതൊന്നും സേനാപതി അംഗീകരിക്കുന്നില്ല. ഹേമുമായിട്ടുള്ളൊരു യുദ്ധത്തിന് അവരവിടെ തയ്യാറെടുക്കുകയാണ്. ഓക്കെ,
അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗവുമായിട്ട് നമ്മുടെ ഈ ഒരു നാടകം ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.